നമസ്കാരം, ഞാൻ പൂജ വിജയൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ARMC. അണിചേർന്ന് മൂന്നാം മുന്നണി. രാഷ്ട്രീയ കേരളത്തിന്റെ ഗതി നിർണ്ണയിക്കുന്ന മൂന്നാം മുന്നണി രൂപീകരണത്തിന് അരങ്ങൊരുക്കം. ഇടതു വലതു മുന്നണി സ്ഥാനാർത്ഥികളുടെ ജയപരാജയങ്ങളിൽ നിർണായക സ്വാധീനമാകാൻ BJP BDJ സഖ്യ ചർച്ചകൾക്ക് തുടർച്ച. നിയമസഭാ തിരഞ്ഞെടുപ്പിനെ BJP BDJ സഖ്യം ഒരുമിച്ച് നേരിടുമെന്ന് കുമ്മനം രാജശേഖരൻ. കൂടുതൽ കക്ഷികൾ മുന്നണിയിലേക്ക് വരും. സീറ്റ് വിഭജന ചർച്ചകൾ 10 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ. ചർച്ചകളിൽ BDJSന്റെ അവകാശവാദം 65 സീറ്റുകളെന്ന് റിപ്പോർട്ട്. ഇതിൽ പലതും സംസ്ഥാന നേതാക്കൾക്ക് മത്സരിക്കാൻ BJP നേരത്തെ നീക്കിവെച്ചതെന്ന് ആക്ഷേപം. തർക്കങ്ങൾ രമ്യമായി പരിഹരിക്കുമെന്ന് തുഷാർ. ചോദ്യങ്ങളുടെ അഗ്നിപരീക്ഷ. കതിരൂർ പ്രതി P. ജയരാജൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി വിട്ടു. തലശ്ശേരി കോടതിയുടെ അനുമതിയോടെ ജയരാജനെ CBI ചോദ്യം ചെയ്യുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച്. പ്രതിയെ കസ്റ്റഡിയിൽ വേണമെന്ന CBI ഹർജി കോടതി ഉപാധികളോടെ അനുവദിച്ചത് ഇന്നലെ. ജയരാജനെ ചോദ്യം ചെയ്യാൻ CBIക്കുള്ള അനുവാദം റിമാൻഡ് കാലപരിധി തീരുന്ന മറ്റന്നാൾ വരെ. 3 ദിവസവും രാവിലെ 9 മുതൽ വൈകിട്ട് 6 വരെ മാത്രമേ ചോദ്യം ചെയ്യാവൂ എന്നും കോടതി നിർദ്ദേശം. പ്രതിയെ പൂർണ്ണമായും കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്ന CBI ആവശ്യം കോടതി നിരാകരിച്ചു. സെൻട്രൽ ജയിലിൽ പുറത്തുനിന്ന് ഇടപെടലുകൾ ഇല്ലാത്ത സ്ഥലത്ത് ചോദ്യം ചെയ്യലിന് സൗകര്യമൊരുക്കാനും നിർദ്ദേശം. മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതിനെ തുടർന്ന് ജയരാജൻ കോടതി മുമ്പാകെ ഹാജരായത് ഫെബ്രുവരി 12-ന്. 1 മാസത്തേക്കുള്ള റിമാൻഡിൽ 1 ദിവസം പോലും ജയിലിൽ കഴിയാതിരുന്ന ജയരാജൻ ചികിത്സ തേടിയത് കണ്ണൂർ, കോഴിക്കോട് ആശുപത്രികളിലും തിരുവനന്തപുരം ശ്രീചിത്രയിലും. സോണിയയുടെ ഹൈക്കോർട്ടിൽ. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക ഹൈക്കമാൻഡിന്റെ കോർട്ടിൽ. 4 പേരുടെ ചുരുക്കപ്പട്ടിക ഉദ്ദേശിച്ചിരുന്ന സ്ഥാനത്ത് പല മണ്ഡലങ്ങളിൽ നിന്നും 6-7 പേരുകൾ. സുധീരന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ തീരുമാനം AICCക്ക്. ജില്ലാതല തിരഞ്ഞെടുപ്പ് സമിതികൾ തയ്യാറാക്കിയ പട്ടികയിൽ പരിശോധന പൂർത്തിയാക്കിയത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും VM സുധീരനും. ഉമ്മൻചാണ്ടിയുടെയും രമേശിന്റെയും മണ്ഡലങ്ങളിൽ നിന്ന് മറ്റു പേരുകളില്ല. മുഴുവൻ സിറ്റിംഗ് MLAമാരും കോൺഗ്രസ് സാധ്യതാ പട്ടികയിൽ. നടന്മാരായ ജഗദീഷിനും സിദ്ദിഖിനും ടിക്കറ്റ്. തിരുവനന്തപുരത്ത് പ്രതീക്ഷിക്കപ്പെട്ടിരുന്ന TP ശ്രീനിവാസൻ പട്ടികയിൽ ഇല്ല. ഘടകകക്ഷികളുമായുള്ള സീറ്റ് വിഭജന ചർച്ചകൾക്ക് തുടർച്ച. വങ്കനാട്ടിൽ പടയൊരുക്കം. ബംഗാളിലെ കോൺഗ്രസ് സഖ്യവിഷയത്തിൽ CPM-ഉം CPI-യും രണ്ടു തട്ടിൽ നിൽക്കെ ഇടതുമുന്നണിയുടെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പുറത്ത്. തൃണമൂൽ കോൺഗ്രസിനെ തകർക്കാൻ കോൺഗ്രസുമായി ധാരണയായെന്ന് മുന്നണി അധ്യക്ഷൻ ബിമൻ ബോസ്. സഖ്യം നിഷേധിച്ച് CPI ദേശീയ സെക്രട്ടറി സുധാകർ റെഡ്ഡി. ആകെ 294 സീറ്റുകളിൽ മുന്നണി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് 116 മണ്ഡലങ്ങളിൽ. മുഖ്യമന്ത്രി ആരെന്ന സൂചന നൽകാത്ത പട്ടികയിൽ 68 പുതുമുഖങ്ങളും 16 സ്ത്രീകളും. ബാക്കി സീറ്റുകളിൽ പ്രഖ്യാപനം കോൺഗ്രസുമായി ആലോചിച്ച ശേഷം. കോൺഗ്രസ് ശക്തി കേന്ദ്രങ്ങളായ മാൽഡ, മുർഷിദാബാദ് മണ്ഡലങ്ങളിലും ഇടതുമുന്നണി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചില്ല. അതേസമയം JNU വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ് കനയ്യകുമാറിനെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉടൻ ഇറക്കേണ്ടെന്ന് CPI ദേശീയ നിർവാഹക സമിതിയിൽ തീരുമാനം. കനയ്യയുടെ സുരക്ഷ ഉറപ്പാക്കാനും കേസ് നേരിടാനുമാണ് ഇപ്പോൾ പ്രാധാന്യം നൽകുന്നതെന്നും കേന്ദ്ര നേതാക്കൾ. വീണ്ടും പരീക്ഷണം. അമേരിക്കൻ ഉപരോധം വകവയ്ക്കാതെ ഇറാൻ വീണ്ടും ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകൾ പരീക്ഷിച്ചു. ഇറാൻ വിപ്ലവസേന പരീക്ഷണം നടത്തിയത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഭൂഗർഭാറകളിൽ സൂക്ഷിച്ചിരുന്ന മിസൈലുകൾ. എന്നാൽ മിസൈൽ പരീക്ഷണം ഇറാനുമായുള്ള ആണവ കരാറിനെ ബാധിക്കില്ലെന്ന് അമേരിക്ക. സൈനിക അഭ്യാസത്തിന്റെ ഭാഗമായാണ് മിസൈൽ വിക്ഷേപണം നടത്തിയതെന്ന് ഇറാന്റെ വിശദീകരണം. ഇറാനുമേൽ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിരുന്നത് ഒക്ടോബറിൽ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവേർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.